അല്ലെങ്കിൽ രാവിലെ കവിതൽ ഉറക്കം എണീക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം കുറേ നാൾ അവിടെ ഉണ്ടായിരുന്നല്ലേ, എൻ്റെ ജീവിതവും ജീവനും ഒക്കെ അവിടെ ആണെന്നൊരു ഫീലായിരുന്നു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പോലും. അങ്ങനെ തിരിച്ചവിടേക്ക് ഓടി എത്തുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സന്തോഷമാണ്. അതും ആ അമ്പലവും അവിടെയൊക്കെ ഞാനിന്ന് രശ്മിതേനെയും കൊണ്ടുപോയി. അങ്ങനെ ഇന്ന് ഞങ്ങൾ രണ്ടും ഇവിടെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സ്കൂളിലും പോയി. എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ HM സാറിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചപ്പോൾ നിങ്ങളുടെ സ്കൂളല്ലേ വന്നു എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ മാമിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആളും അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ സ്കൂളല്ലേ എപ്പോൾ വേണേ വരും. അധികം ഇവിടെ ചേർത്തിട്ടോ, പ്രീ പ്രൈമറി സെക്ഷനല്ല, LKGക്ക് മുന്നേ നഴ്സറിയിലാണ്. നോക്കണേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ ചിരിച്ചു. എൻ്റെ മക്കളെ എല്ലാവരെയും കണ്ടു. 4ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഇപ്പോൾ 5ാം ക്ലാസ്സിലാണല്ലോ, വലിയ കുട്ടികളാണ്. ഇപ്പോൾ കോട്ടൊക്കെ ഉണ്ട്, പഴയ ഫ്രോക്കൊന്നുമല്ല യൂണിഫോം. കാണുമ്പോൾ സന്തോഷമോ കരച്ചിലോ, എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ കരയാനൊക്കെ വന്നപ്പോണ്ടല്ലോ എൻ്റെയും കണ്ടു നിറഞ്ഞു. ഭയങ്കര ഒരു ഫീലാട്ടോ ഇതൊക്കെ, അനുഭവിച്ച് തന്നെ അറിയണം. ലാസ്റ്റ് കോട്ടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് എന്നെ രശ്മിനെയും മസ്കിയിലാക്കി തരാൻ വേണ്ടിയിട്ട് ആദ്യം വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പം അത്രയേ ഉള്ളൂ, ബൈ ബൈ.